வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதை என்ன இவள் தோட்டம் பூ பூக்குதே. ജൂനിയർ ജാക്സ, അപ്പോ നമുക്ക് ഈ ഹോട്ടൽ അങ്ങ് ബുക്ക് ചെയ്യാം അല്ലേ? അല്ല, കെട്ടിയന്മാരെല്ലാരും കൂടി എന്ത് തീരുമാനിച്ചു? നമ്മുടെ സിറ്റിക്ക് അടുത്തുള്ള ഒരു വലിയ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബന്ധുക്കൾക്കും മറ്റും താമസിക്കാം. പിന്നെ ഹൽദി, മെഹന്തി, റിസപ്ഷൻ, മാരേജ് എല്ലാം ഒരുമിച്ച് അവിടെ വെച്ച് തന്നെ നടത്താം. എന്തായി പപ്പമാരി കാര്യങ്ങളൊക്കെ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാമിലി മുഴുവനും മറ്റന്നാൾ തന്നെ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആവണം. ഇവിടെ വീട്ടിലാകുമ്പോൾ വരുന്നവർക്ക് നിൽക്കാനൊന്നും സൗകര്യമില്ലല്ലോ. അതുകൊണ്ട് മാരേജ് നമ്മൾ ഹോട്ടലിലേക്ക് മാറ്റിയത്. അതെ അർജുൻ, നീ വരുന്നവർക്കുള്ള റൂമൊക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാരേജ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ആവശ്യം എടുക്കാനുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ വെഡിങ് പർച്ചേസിന് ശേഷം നേരെ ഹോട്ടലിലേക്കായിരിക്കും പോകുന്നത്. അതെ, പിന്നെ എടുത്തില്ല കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അതെ, 3 എണ്ണവും വീട്ടിലെ അലമ്പ് സ്വഭാവം പുറത്തെടുക്കരുത്. മാരേജ് ആണെന്നുള്ള ഓർമ്മ വേണം കേട്ടല്ലോ. കുഞ്ഞല്ലേ, പിള്ളേരെ വഴക്ക് പറയണ്ട. നീ തന്നെ ഇത് പറയണം ജീനി. 2 ദിവസം കഴിഞ്ഞിട്ട് മാരേജ് ചെയ്യാനുള്ള പിള്ളേരാ ഈ 2 എണ്ണം. അതിലൊന്ന് എന്റെ വീട്ടിലേക്കാണേ വരുന്നത്. ഓ, അത് ജീനി അമ്മ സഹിച്ചോളും. ശരി ശരി, 3 റൂമിലേക്ക് ചെല്ലും. ജക്സ, എല്ലാവർക്കും ഉള്ള റൂമൊക്കെ അറേഞ്ച് ചെയ്തല്ലോ അല്ലേ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടടാ. കുറച്ചുപേരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം നാളെയല്ലേ വരുള്ളൂ. അപ്പൊ ഈ ഹൽദിക്കും മെഹന്തിക്കും ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എവിടെയാ വെക്കേണ്ടത്? മാരേജ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതിനകത്ത് വെച്ചാൽ മതി. അപ്പോ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തു. ഞാൻ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അളിയ, നിനക്ക് സുഖമല്ലേ? ആടാ, സുഖ. ഓ, പിന്നെ വേഗം വാ, ഈ പാണ്ടക്കെട്ടൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ. ശരി, നീ വാ. അജു, ഇതാടാ ഞാൻ പറഞ്ഞ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്.
ഓ ഹായ്, ഞാൻ അർജുൻ. അജു എന്ന് വിളിച്ചാൽ മതി. ഞാൻ മനു. അല്ലടാ, ആരവ് പോയിട്ട് ഇതുവരെ വന്നില്ലേ? അവനിതുവരെ വന്നില്ല. കൂട്ടത്തോടെ പോയ റിസ്ക് ആവുമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയതാ. കാണാനില്ല. ഇനി അമ്മയോ അച്ഛനോ ഒക്കെ അവിടെ പിടിച്ച് നിർത്തിയുണ്ടോ? ഡാ അളിയ അജു. അടുത്ത ആള് വന്നല്ലോ. നീ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ നിന്റെ രാവിലെ? ഓ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയടാ. അതാ ഇവിടെ എത്താൻ കുറച്ച് താമസിച്ചത്. അല്ല, ഇതിൽ നമ്മുടെ തനുജിനെ മാരേജ് ചെയ്യാൻ പോകുന്നതാരാ? ഇതാ അബിയ തനുജി കെട്ടാൻ പോകുന്നത്. പിന്നെ ഇതെന്റെ ഫ്രണ്ട്. അഭിനയിക്കുന്ന സ്ഥാനത്ത് ഞാനാകേണ്ടതായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ തനുജിനെ ഇഷ്ടമായിരുന്നു. എനിക്കുള്ളത് പോലുള്ള ഇഷ്ടം അവൾക്ക് എന്റെ അടുത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും തനുജിയായിട്ടുള്ള മാരേജ് ആയിരുന്നതിന് ഇപ്പൊ നടക്കേണ്ടിയിരുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ വേണം. നന്നായി അവൾക്ക് റിജക്ട് ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ടല്ലേ അവൾ എനിക്ക് കിട്ടിയത്. അല്ലടിയ, ആരൊക്കെ അങ്ങോട്ടാ പോയേ? അവനെവിടെ ഒന്നും കാണാനില്ലല്ലോ. വന്നു ഞാൻ. അല്ല, ഞാൻ പോയപ്പോ ഇത്ര ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതാണ് ആരു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മനു. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ് മനു. മനുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനു അങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലാണോ? അപ്പൊ കമോൺ ഗൈസ്, നമുക്ക് ഈ രാത്രി ആഘോഷമാക്കാം. അല്ല, മോനെങ്ങോട്ടായി തള്ളി കയറി പോകുന്നത്? അവയ്ക്ക് പിന്നെ ഇതടിച്ച് ശീലമില്ല. പിന്നെ ഇന്ന് നമ്മൾ 3 പേര് മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ, വരുൺ, മനു. പിന്നെ നിന്നെ ഈ സാധനം കൈ കൊണ്ട് തൊടിയിക്കത്തില്ല എന്നാ. എടാ ദ്രോഹി, നീ എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചുകൊണ്ട് വന്നതാ, എന്നിട്ട് എനിക്ക് തരത്തില്ലെന്നു. നീ എന്തായാലും നമ്മളെ കുടിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ബോധമുള്ള 2 പേരെങ്കിലും ഇവിടെ വേണമല്ലോ. നമ്മളൊന്ന് അടിച്ചു ബോധം കാണാം. എടാ അജു, ഒരടപ്പെങ്കിലും താഴ. നീ എന്തൊക്കെ പറഞ്ഞാലും തരത്തില്ല, തരത്തില്ല, തരത്തില്ല. ഓ നോക്കടാ അബി, എല്ലാം അടിച്ച് പാമ്പായിട്ട് കിടക്കുന്നത്. ഒരു തുള്ളി പോലും തന്നില്ല പട്ടികള്. അല്ല തനു, നീ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യൂ. ഇത് നോക്കി, ഇത് നല്ലതാ. ആടി, ഇത് കൊള്ളാം. ഇത് സെലക്ട് ചെയ്യാം. തനുജി, നിനക്കാകെ 2 കൈയല്ലേ ഉള്ളൂ. ഇതെല്ലാം കൂടി വരച്ച് കൈ ആകെ കുളമാകും. ഇത് സെലക്ട് ചെയ്തേ. ഇവിടെ എന്തായി? ഇവിടെ ഒരു വിധത്തിൽ ഒരുക്കി കൊണ്ട് സെലക്ട് ആക്കിയിട്ടുണ്ട്. സെലക്ട് ചെയ്തു. പിന്നെ ഈ മെഹന്തി ഡിസൈൻ എല്ലാം ഞാൻ അവർക്ക് സെൻഡ് ചെയ്യുവാണേ. ഓ, എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആവുന്നു വേണുട്ടാ. അതേടി മാതിരി എനിക്കും അങ്ങനെ തന്നെ. ഓ, അത് ശരിയാ. ഈ മാരേജ് ഒന്ന് കഴിഞ്ഞു കിട്ടുന്നവരെ ഒരു ടെൻഷൻ തന്നെയല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് മാത്രം ടെൻഷൻ എന്നാണോ? നമുക്കും അങ്ങനെ തന്നെയാ. അതെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ചാക്സ. ഞങ്ങൾക്കും ടെൻഷനൊക്കെ തന്നെയാ. അതെ, രാവിലെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ഓരോരുത്തുനിന്ന് ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് ടെൻഷനാണ്. പിന്നെ ആരും ടെൻഷനൊന്നും അടിച്ച് ഒന്നും വരുത്തി വെക്കണ്ട. എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നടക്കും. എടാ അഭി, നമ്മുടെ പിള്ളേരിപ്പോ എന്നെ എടുക്കുമായിരിക്കൂടാ. ഞാൻ നേരത്തെ തനുജയെ വിളിച്ച് നോക്കിയായിരുന്നു. പൂജയാ ഫോൺ എടുത്തത്. അപ്പോ അവനെന്തോ മെഹന്തി ഡിസൈനൊക്കെ നോക്കിയിരിക്കുമെന്ന് പറയുന്ന കേട്ടു. യൗമാരി അടിച്ച് പൂക്കുറ്റിയിട്ട് കിടക്കുന്നു. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ പോവാ. നീ വരുന്നുണ്ടോ? ഞാനും വരുന്നടാ. എങ്കിൽ നമുക്ക് അവരെ കണ്ടു കളയാം. എടാ അഭി, നോക്കി നടക്കണേ. ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ നോക്കണം. അമ്മമാരെ കയ്യിലങ്ങനെ പെട്ട തീർന്ന്. അതെ, 2 കൂടി എങ്ങോട്ടാ? ഓ ശരി, ശുഭദിനം. ചോദിച്ചതിന് ഉത്തരം പറ. എങ്ങോട്ടാ? അത് പിന്നെ വെറുതെ നടക്കാൻ. ആണോ? നിങ്ങൾ താമസിക്കുന്ന താഴത്തെ ഫ്ലോറിലെ സ്ഥലം തികയാത്തോണ്ടാണോ പെൺപിള്ളേരുള്ള സ്ഥലത്ത് ഇന്ന് വന്നിങ്ങനെ നടക്കുന്നത്? 2ന്റെയും പരിങ്ങിൽ കണ്ടാൽ തന്നെ അറിയാം എന്തിനാ വന്നേന്ന്. മാരേജിന് മുന്നേ 2നെ ഈ പരിസരത്ത് കണ്ട മുട്ടുകാല് തല്ലി വിളിക്കും. കേട്ടല്ലോ? പൊക്കോ. 2 എടാ ആരവയെ തിരിഞ്ഞു നോക്കാതെ നടന്നോ? അതേടാ അളിയാ, പെട്ടെന്ന് പോവാ. അപ്പന്മാരുടെ ആദ്യം മക്കള് തന്നെയാ. അതെ, മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. നാറിയില്ലേടാ അളിയാ. നേവനെയാണോ എന്തോ കണി കണ്ടത്. എല്ലാം ഫ്ലോപ്പായ സ്ഥിതിക്ക് വാ, നമുക്കിനി ഉറങ്ങാം.
ऐसी ही क्यों ना तो दिल सोचो अगर मिल जाए, इश्क की राहें इतनी आसा कहाँ है, जहाँ मिले साथ पिया का जाना वहाँ है। बहते हैं रचने वाले साजन के नाम वाले, पिया तेरे एक दिन जब हाँ तेरी चौखट आएंगे, सारी खुशियाँ संग अपने वो तेरे लिए ले आएंगे। പാവം പിള്ളേര് നോക്കി നിന്ന് വെള്ളം ഇറക്കുന്നു. പോട്ടിടാ, സാരയില്ല, നമുക്ക് നൈറ്റ് സെറ്റാക്കാം. അല്ലടാ ആരു, അബി, ആ സൈഡിൽ നിൽക്കുന്ന 2 കിളികളേതാ? അത് രണ്ടും എന്റെ സ്റ്റുഡൻസാ, തനുവിന്റെ ക്ലാസ്സിലാ. ഏതായാലും എനിക്കിതോ ഇല്ല കിളിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ, അത് ജെസുവാ. എടാ അബി, എനിക്കിതോ അപ്പുറത്ത് നിൽക്കുന്നയാളാ ഇഷ്ടപ്പെട്ടത്. അതിന്റെ പേരെന്തുവാടാ? ആ, അത് ലിസ. പിന്നെ 2 പേരോടെയും കൂടി ഒരു കാര്യം പറഞ്ഞിരിക്കാം. നിങ്ങൾ വളയ്ക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. അവരുടെ കയ്യിൽ നിന്ന് അടിയെങ്ങാനും മേടിച്ച അതും വെച്ച് അവിടെ അങ്ങ് നിന്നാ മതി. ഓ ശരി ശരി. ആ വാടാ മനു, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഈ കല്യാണം കഴിയുന്നതിന് മുന്നേ അതിന് 2 എണ്ണത്തിനെ നമുക്ക് വിളിച്ച് കുപ്പിയിലാക്കാം. എന്താ മോനെ അബി, ജലസാണോ? ആ, എനിക്ക് ജലസ. ഇത് നീ അങ്ങോട്ടും കൂടി ഒന്ന് നോക്ക്. ഓ, ഈ കുരിശ് ഇവിടെ നിന്നാ ഒരു മനസ്സുഖം. ആരും നിങ്ങൾ പോയി ഹൽദി കളർ ഡ്രസ് ഇട്ടുകൊണ്ടുവാ. അവര് ഒരുങ്ങാനായിട്ട് പോയി. അയ്യോ അമ്മേ, എനിക്ക് നല്ല ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. എടി, എന്റെ ഫോണ് കണ്ടായിരുന്നു നീ? ആ എടി, അത് എന്റെ റൂമിനകത്തുണ്ട്. ആ പിന്നെ വരുമ്പോഴത്തേക്ക് എന്റെ ഫോണും കൂടെ എടുത്തോണ്ട് വരണേ. എടി, അപ്പൊ നമ്മൾ പോവാണേ. ഗുഡ് നൈറ്റ്. പാദിസു, എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരണം. ആ അതെ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. നാളെ നേരത്തെ എണീക്കേണ്ടതാ. പിള്ളേരെ, നമ്മൾ നാളെ നേരത്തെ നിങ്ങളെ വിളിക്കാൻ വരും. എഴുന്നേക്കണേ. നാളെ മുതല് നമ്മളുടെ പെൺപിള്ളേര് നമ്മളുടെ ഭാര്യമാരാവുമല്ലേ ആരു? ഇന്നുകൂടെ അവരെ ലവേഴ്സിന്റെ രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ ലവേഴ്സ് ആയിട്ടിരിക്കുന്ന അവസാന നൈറ്റ് അല്ലേ ഇത്? എടാ, ടൈം എത്രയായി? പുറത്തിറക്കി തരാന്ന് പറഞ്ഞ അവന്മാരുതോ അവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നു. നീ വാ, ഞാൻ തനുവിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമ്മൾ വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പോലെ പാരന്റ്സിന്റെ മുന്നിൽ ചെന്ന് ചാടാതെ നോക്കണം. അയ്യ, ഓൾ ദി ബെസ്റ്റ്.
കൊച്ചു കള്ളി ഇവിടെ നിൽക്കുവാണല്ലേ. അഭിയേട്ടാ എന്താ മാറി നിൽക്ക്. എന്താടി പൊണ്ടാട്ടി, നീ പേടിച്ചു പോയോ? നീ ഇങ്ങോട്ട് വാടി, ചേട്ടൻ റൂമ് തന്നെ. ദൈവമേ, ഇങ്ങനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ക്ഷമിക്കൂ തനൂജേ. കിളികൾ പറന്നതോ പ്രണയം വിടർന്നതോ പുഴകൾ ഹല്ലേലൂയ, സ്തോത്രം. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? അയ്യോ അഭിയേട്ടാ, അത് പിന്നെ സോറി. നീ ആരാ? മേരി കോമാണോ? എന്തിനാടി എന്നെ ചവിട്ടിയെ? ഞാൻ തനൂജയല്ല, തനുവാ. ആ, അല്ല, ഇത് തനുജിയുടെ റൂമല്ലേ? ആ, ഇത് അവളുടെ റൂം തന്നെയാ. ഞാൻ ഫോൺ എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നെയാ. അവൾ എന്റെ റൂമിൽ കിടക്കുക. അയ്യോ, സോറി പെണ്ണുങ്ങളെ, ഞാൻ അറിയാതെ ചെയ്തതാ. അവളാന്ന് വിചാരിച്ചു. അഭിയേട്ടൻ എന്നെ ഒന്ന് സംസാരിക്കാൻ വിടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം പോയില്ലേ? അല്ല, അവൻ അങ്ങോട്ടേക്ക് കാവടി തുള്ളി പോയിട്ടുണ്ട്. എന്തായോ എന്തോ. ആണോ? അയ്യോ, അഭിയേട്ടൻ വേഗം വാ. എന്തൊക്കെയോ കിടക്കുന്നതാണ്. അയ്യോ, ആര് വീട്ടിലെന്താ ഇവിടെ? അയ്യോ, ഒച്ച ചാൾ കൂട്ടാതെ വേണേ. ഞാൻ നിന്നെ കാണാൻ വന്നേല്ലേ. ഞാൻ ഇവിടെയല്ലേ വേണ്ടത്. ഇങ്ങോട്ട് വാടി പൊണ്ടാക്കി. ഇനി നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. ആരവേട്ട വീട് എന്തായി കാണിക്കുന്നേ? ഞാൻ മാറി നിൽക്കാരവേട്ട. അടങ്ങി നിൽക്കടി, ഞാൻ മാറൂല. കള്ളമാരി മാറി നിൽക്കണം അങ്ങോട്ട്. കണ്ടു ബലഹീര കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ. ശിവനെ, ഇത് ഏത് ജില്ല? കണ്ണും കണ്ടൂടെ, ചെവിയും കേട്ടൂടെ. നീ എന്തിനാടി എന്നെ ചവിട്ടി തള്ളിയിട്ടത്? അയ്യോ, വേണ്ട കിടക്കുന്നു. എടാ അരവേ, എടാ ബി, 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോ എന്നെ മൂടാൻ. ആരവേട്ട, വല്ലതും പറ്റിയോ? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? തനുജെ, അവക്ക് എന്ത് പറ്റിയടി? ആരവേട്ട, ഞാനാ തനു. അത് തനൂജയാ. ഇത് നിന്റെ റൂമല്ലേ? അവളെങ്ങനെയാ ഇവിടെ വന്നേ? അതെ, എനിക്ക് പറയാനുള്ള ഗ്യാപ്പ് തരണമായിരുന്നു. ആക്രാന്തം കാണിക്കാതെ. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആ, അത് തന്നെ. എടാ അബി, നിനക്ക് വല്ലതും പറ്റിയോ? അതേടാ, എനിക്കും കിട്ടിയതുപോലെ. ആരവേട്ട, വായനേക്ക്. പതുക്കെ പിടിയടി. എന്നാ വെട്ടിക്കൊണ്ടുപോയി ഒന്നിരുത്ത്. എനിക്ക് വയ്യ. ഓ, എല്ലാം ഉടഞ്ഞു. അഭിയേട്ട, ഇനി നിങ്ങളെന്തിനാ ഇവിടെ നിക്കുന്നേ? ഇങ്ങോട്ട് വാ. എടി, പതിയെ പിടിച്ച് വലിയ. ഞാൻ പയ്യെ വരാം. എനിക്ക് വയ്യ. ആ, അങ്ങനെ തന്നെ, പതിയെ തിരുമ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അഭിയേട്ട? എടി, ഞാൻ വിചാരിച്ചോ അവള് നിന്റെ റൂമിൽ വരുമെന്ന്? ഞാൻ നീയാണെന്ന് വിചാരിച്ചല്ലേ. അങ്ങനെയൊക്കെ. പൊട്ടി പൊട്ടി, സാരയില്ല. അഭിയേട്ടൻ ഇനി വാ. വന്നു. എന്തിനാ? അയ്യടാ, അടി കൊണ്ട് കിടന്നിട്ട് ഇതിനൊരു കുറവുമില്ല. അത് പിന്നെ നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ. ആ, പിന്നെ അടുത്തിരിക്കുമ്പോ ഒന്നുമില്ല. അടങ്ങിയിരുന്നോ മര്യാദയ്ക്ക്. അയ്യോടാ, എന്റെ കൊച്ചു പിണങ്ങിയോ? ഇനി വന്നേ. ഇപ്പൊ ഓക്കെ. ഇത് നമ്മള് ലവേഴ്സ് ആയിട്ടിരിക്കുന്ന അവസാനത്തെ നൈറ്റ് ആയത്. അത് ശരിയാ. പിന്നെ നമ്മള് സ്വപ്നം കണ്ടതുപോലെ നമ്മള് ഒന്നിക്കാൻ പോവാ അല്ലേ അഭിയേട്ട? ഈ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ നടക്കുമെന്ന് പറയുന്നത് സത്യമല്ലേ? അതെന്താ അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? എന്റെ കോഴിക്കുഞ്ഞെ, ഞാൻ നിന്നെ ആദ്യമായിട്ടും ഇവിടെ വെച്ചല്ല കാണുന്നത്. നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തത് ഒരു പാർക്കിൽ വെച്ചല്ലേ? അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയിടി. അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ സ്വപ്നത്തിൽ കണ്ട ഈ കോഴിക്കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അതിപ്പോ നടക്കാൻ പോവുകയല്ലേ. എന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പ്രൊഫസറിനെ എന്റേത് മാത്രമായിട്ട് കിട്ടാൻ. അല്ല, ഞാൻ പ്രൊഫസറിന്റെ സ്വപ്നത്തില് എങ്ങനെയുണ്ടായിരുന്നു? സ്വപ്നത്തിലെ
നല്ല ഹോട്ടായിരുന്നു. ഈ മനുഷ്യൻ ഇവിടെ അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ ഉറങ്ങിക്കോ. നാളെ മാരേജ് ആണ്. ഓക്കെ, ഞാൻ ഉറങ്ങി. ആരുവേട്ട കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേ? വേദന മാറിയോ? കുറവുണ്ട്. നിന്നോട് ആരാ റൂം മാറാൻ പറഞ്ഞേ? നീ ഞാൻ അയച്ച മെസ്സേജ് ഒന്നും കണ്ടില്ലേ? മെസ്സേജ് ഞാൻ നോക്കാനായിട്ട് ഫോൺ എടുത്ത് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് അമ്മയൊക്കെ താഴേക്ക് വിളിച്ചത്. അപ്പൊ ഫോൺ അവിടെ വെച്ചിട്ട് വന്നു. മെസ്സേജ് എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം സംഭവിച്ചില്ലേ? സോറി ആരുവേട്ട. ഓട്ടെ, സാരയില്ല. എന്താ മോനെ ആരുവേട്ട ഇങ്ങനൊരു നോട്ടം? നീ ഒന്നിനെ അടുത്ത് വന്നേ. മനുഷ്യ അടങ്ങി ഇവിടെങ്ങളും കിടന്നു. ഇല്ലെങ്കിൽ അവൾ തന്നിന്റെ ബാക്കി ഞാൻ തരും. മര്യാദ കിടന്നുറങ്ങും. നാളെ നേരത്തെ എണീക്കേണ്ടതാ. മാരേജ് അല്ല. ദൈവമേ, ഇതെങ്ങനെ ഇവിടെ? അതെ തനുജി, അഭിയേട്ട എണീക്ക്. നേരം വെളുത്തോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അമ്മമാരൊക്കെ വരുന്നതിന് മുമ്പേ വേഗം എണീക്ക്. ഇന്ന് മാരേജ് ആണെന്നുള്ള കാര്യം മറന്നു. എണീറ്റ് വേഗം റെഡിയാവും. അയ്യോ, ഇന്ന് മാരേജ് അല്ലേ? അഭിയേട്ട എഴുന്നേക്ക്, വേഗം പോക്കൂ. എടി ജിസു, നീ മറ്റവളെ ചെന്ന് വിളി. എന്തായാലും ആരവേട്ടൻ അവിടെ കാണും. അമ്മയും എല്ലാരും ഒക്കെ വരുന്നതിന് മുമ്പേ വേഗം ചെന്ന് വിളിക്ക്. വേഗം റെഡിയാവാൻ പറ. ആടി, ഞാൻ ചെന്ന് വിളിക്കാം. നിങ്ങൾ റെഡിയായി കഴിഞ്ഞു. സൂപ്പർ, കൊള്ളാം. അതെ അതെ, നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചെക്കന്മാര് അടിപൊളിയല്ലേ? ഞാൻ ഇടമനും. അതെ അതെ, സൂപ്പർ ആയിട്ടുണ്ട്. श्वेतांबरधरे देवी श्वेतांबरधरे देवी श्वेतांबरधरे देवी नानालङ्कारभूषिते जगत्स्थिते जगन्मातर्महालक्ष्मी नमोऽस्तुते। श्वेतांबरधरे देवी नानालङ्कारभूषिते जगत्स्थिते जगन्मातर्महालक्ष्मी नमोऽस्तुते। पद्मासनस्थिते देवी परब्रह्मस्वरूपिणी पद्मासनस्थिते देवी परब्रह्मस्वरूपिणी परमेशि जगन्मातर्महालक्ष्मी नमोऽस्तुते। नमोऽस्तुते। श्वेतांबरधरे देवी नानालङ्कारभूषिते
जगत्स्थिते जगन्मातर् महालक्ष्मी नमोऽस्तुते श्वेताम्बरधरे देवी नानालङ्कारभूषिते जगत्स्थिते जगन्मातर् महालक्ष्मी नमोऽस्तुते ജുനേട്ട പിള്ളേരെ വിളിക്കാൻ സമയമായോ? ആ മക്കളെ വിളിച്ചോളൂ. ജുനേട്ട ആദ്യം അഭിയും ആരവിനെയും വിളിക്കണ്ടേ? ആ ആദ്യമേ ചിക്കന്മാരെയല്ലേ വിളിക്കേണ്ടത്. ആ മോനെ അർജുനെ, നീ പോയി ആരവിനെയും അഭിയും വിളിച്ചോണ്ട് വാ. ആ ഡാഡി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ജസു, പൂജ, തനും തന്നേച്ച റെഡി ആയില്ലേ? ആരവും അഭി വന്നതിന് ശേഷം അവരെ പോയി വിളിച്ചോണ്ട് വരണേ. ഞങ്ങള് മണ്ഡപത്തിലേക്ക് പോവാ. അഭി, ആരവേ റെഡിയായി കഴിഞ്ഞെങ്കിൽ താഴേക്ക് വാ. ടൈം ആയി കേട്ടോ. ആ അപ്പൊ മാരേജ് ചെയ്യാൻ പോവല്ലേ? ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. അല്ല, ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ രണ്ടുപേർക്കും? ഏയ്, എനിക്ക് ടെൻഷനൊന്നുമില്ല. നിനക്കുണ്ടോടാ അഭി? ഓ, ചെറുതായിട്ട്. തനുജി, നിങ്ങൾ റെഡിയായോ? താഴേക്ക് പോവാൻ ടൈം ആയി കേട്ടോ. എടി തനുജി, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ, എനിക്ക് അങ്ങനെ തന്നെ നല്ല ടെൻഷൻ ഉണ്ട്. पवनजस्तुति पात्र पावन चरित्र रवि सोमवरनेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरिता शरजादा भुक्ति मुक्ति दलिदा भूदेव पाद सीता कल्याण वैभोगमे रामा कल्याण वैभोगमे आमरसुर भीम परिपूर्ण कामा श्याम जगत अभिराम साकेत धाम सीता कल्याण वैभोगमे रामा कल्याण वैभोगमे ഇനി എന്റെ കൂട്ടിൽ ഒരുമിച്ചു വാഴാം കൂടെ വരൂ എന്റെ കൺമണി പെണ്ണേ ഇനി എന്റെ ചിറകിന്റെ തണലിൽ മയങ്ങാൻ നീ വരൂ കുറുമൊഴി പെണ്ണേ ഇതുവരെ ഇല്ലാത്തൊരാനന്ദമെങ്ങും ഇതൾ വിരിച്ചാടുമീ സായന്തനത്തിൽ വേണു, ഇറങ്ങാൻ ടൈമായി. ചില മക്കളെ സന്തോഷത്തോടെ പോകും. ഇട നൽകിടേണമേ സർവേശ്വരാനീ. തനുമോള് ഇവിടെ ഇരിക്കുമായിരുന്നു. ഇതേ പാല് ഞാൻ ടേബിളിന്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് മോള് റൂമിൽ പൊക്കൂ. ഞാൻ അങ്ങോട്ട് പോവുകയാണേ. എന്താടി നാത്തു, ടെൻഷനാണോ? പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കും.
ഞാൻ നിന്റെ ചേട്ടന്റെ അടുത്തോട്ടല്ലേ പോവാൻ പോണേ. മോള് ചെല്ല്. അവിടെ തനൂജയുടെ കാര്യം എന്തായോ എന്തോ. ആരുവേട്ടനെ ഇവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി? വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ ഒന്നേ ഉള്ളു. ഈ താലി സിന്ദൂരം ഒക്കെ ഇട്ട് നിൽക്കുന്ന നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏട്ടാ ഇതെന്താ ചെയ്യുന്നേ? അതൊക്കെ ഉണ്ട്. ഇനി തൽക്കാലം കണ്ണടച്ചിരി. അവിടെ ചെല്ലുമ്പോ ഞാൻ പറയാം. അപ്പൊ കണ്ണു തുറന്നാ മതി. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? തനു, ഞാൻ നിന്നെ എന്റേത് മാത്രമാക്കിക്കോട്ടെ. மாலை மங்கும் நேரம் ஒரு மோக கண்ணின்னோரம் உன்னை பார்த்து கொண்டே நின்றாலும் போதும் என்று தோன்றும். காலை வந்தால் என்ன, வெயிலிட்டி பார்த்தால் என்ன, கடிகாரம் காட்டும் நேரம் அதை நம்ப மாட்டேன் நானும். பூங்காற்றும் போர்வை கேட்கும் நேரம் நேரம் தீயாய் மாறும் தேகம் தேகம். உன் கைகள் என்னை தொட்டு போடும் கோலம் வாழ்வின் எல்லை தேடும் தேடும். மாலை மங்கும் நேரம் ஒரு மோக கண்ணின் ஓரம் உன்னை பார்த்து கொண்டே என்று தோன்றும். காலை வந்தால் என்ன, வெயிலிட்டு பார்த்தால் என்ன, கடிகாரம் காட்டும் തനു, போர்வை கேட்கும் நேரம் நேரம் தீயாய் மாறும் தேகம் തനു, கைகள் என்னை தொட்டு போடும் வாழ்வின் எல்லை தேடும் தேடும். അമ്മയും അച്ഛനൊക്കെ കിടന്നു. കിടന്നു. എങ്കിലേ എന്റെ കൊച്ചുവ, നമുക്ക് ഒരിടം വരെ പോവാം. എങ്ങോട്ടാ ഏട്ടാ? അതും ഈ രാത്രിയില്? അതൊക്കെ ഉണ്ട്. ഇപ്പോ എന്റെ കൂടെ വാ. ഇതൊക്കെ ഞാൻ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത് ഇട്ടുകൊണ്ട് വാ. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவி എന്ത് ഭംഗിയാ പൊന്നെ നിന്നെ ബ്ലാക്ക് സാരി കാണാൻ. ഈ ഒഴുകി വരുന്ന നിലാവിനെയും നക്ഷത്രത്തെയും ആകാശത്തെയും ഭൂമിയൊക്കെ സാക്ഷിയാക്കി ഞാൻ നിന്നെ എന്റെ മാത്രമാക്കിക്കോട്ടെ. നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. சுவாசமின்றி தவிக்கிறேனே, உனது மூச்சில் பிழக்கிறேனே. இதழ்களை இதழ்களா நிரப்பிடவா பெண்ணே. நினைவு எங்கோ நீந்தி செல்ல, கனவு வந்து கண்ணை கிள்ள. நிழல் எது நிஜம் எது குழம்பினே வா பெண்ணே. காற்று எந்தன் கைகள் ரெண்டும் உன்னையன்றி யாரை தேடும். விலகி போகாதே, தொலைந்து போவேனே நான் நான் நான்.
காத்து கிடக்கின்றேன் ஈரலைகள் நீரை வாரி முகத்தில் இருத்தும் முழுதும் வேர்க்கின்றேன் நகரம் நெருப்பாய் கொழுந்து வைத்திருந்தேன் அணைந்த பின்பும் மலரின் மேலிருந்தே காலை பனியாக என்னை வாரி நேரம் கூட எதிரியாகிவிடும் யுகங்களாக வேடம் மாறிவிட அணைத்து கொண்டாயே பின்பு ஏனோ சென்றாய் ஏனோ சென்றாய் ആഹാ, ഡാഡിയും മോനും കൂടി ഇവിടെ കളിക്കുവാണോ? അതെയല്ലോ, ഞങ്ങൾ കളിക്കുക അല്ലേ മോനൂട്ട? ആണോടെ പൊന്നി, എന്റെ 2 ബേബീസും കളിയൊക്കെ നിർത്തിയിട്ട് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അതൊക്കെ വരാം. നീ ഇങ്ങടുത്ത് വന്നേ, ഞാൻ എന്റെ ബേബിക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ. ആ, ഇതാര്? അച്ഛന്റെ ചക്കരയോ? അച്ഛന്റെ പൊന്നു വായോ? മോള് വന്നിരുന്ന് ഫുഡ് കഴിക്കും. സമയം ഒരുപാടായി. ഞാൻ കൊടുത്തോളാം കുഞ്ഞിന്. അച്ഛമ്മയുടെ പൊന്നു വന്നേ, വാ ഫുഡ് കഴിക്കാം. ഡാഡിയുടെ ഗുഡ് ഗേൾസ് അല്ലേ, അടിവെക്കാതെ കളിക്ക്. ആ, നമുക്ക് കളിക്കാം. നിങ്ങളോട് ഞാൻ പിടിക്കാൻ വരാം. അതെ, അപ്പനും മക്കളും ഇങ്ങോട്ടേക്ക് വരുന്നു. അതെ, ഞാൻ അങ്ങോട്ടേക്ക് കയറി വരണോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. അയ്യോ, വേഗം വാ, നമുക്ക് 3 ഇപ്പൊ കിട്ടും. ആ, അച്ഛന്റെ ചക്കരകളോ? ഇങ്ങോട്ട് വായോ. ആരും കേട്ടാ എന്തായി കാണിക്കുന്നേ? മാറിക്ക്, ആരെങ്കിലും കാണും. ആര് കാണാനാ? ഇപ്പോ ഞാൻ നീ മാത്രമേ ഇവിടെ ഉള്ളൂ. അയ്യോ അമ്മ, മാറിക്ക് മനുഷ്യൻ അങ്ങോട്ടും. അമ്മ ഇപ്പൊ വന്നു. ഞാൻ വന്നിട്ട് 19 കൊല്ലം കഴിഞ്ഞു. ഞാൻ ചെന്നാട്ടെ. ചുമ്മാ. ആ, നിങ്ങൾ എത്തിയോ? പോയ കാര്യം എന്തായി? മോൾക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വേണുട്ട, മോൾക്കൊരു കുഴപ്പമില്ല. ഇത് നല്ല കാര്യത്തിനുള്ള വയ്യായികയായിരുന്നു. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. ഓ, എന്റെ വേണുട്ട, നമ്മുടെ മോനൊരു അച്ഛനാവാൻ പോവാ. ഷോ, ഇത് ശരിക്കും ഒരു ഗുഡ് ന്യൂസ് ആണല്ലോ. നന്നായിരിക്കും മോളെ. അതെ, ഞാൻ എല്ലാരെയും ഒന്ന് വിളിച്ചറിയിക്കട്ടെ. പിന്നെ മോള് പോയി റെസ്റ്റ് എടുത്തോ. അല്ല, എന്റെ ഭാര്യ എന്താ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? താഴത്തേക്ക് കണ്ടില്ലല്ലോ. അജേട്ടൻ ഇനി വന്നേ, ഇവിടെ ഇരിക്കാം. ഇത് അജേട്ടന്. ഇത് പൂജി സത്യാണോ? അയ്യോ, ഞാൻ അച്ഛനാവാൻ പോവല്ലേ? അല്ല, ഇത് എപ്പോഴറിഞ്ഞേ? എനിക്ക് ഒരു ചെറിയ വയ്യായിക വന്നു. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. എല്ലാരോടും ഇതിനെപ്പറ്റി പറഞ്ഞു? എല്ലാരോടും പറഞ്ഞു. എല്ലാരും ഭയങ്കര ഹാപ്പിയാ. താങ്ക് യു സോ മച്ച് പൂജ. ഐ ലവ് യു. ലവ് യു ചേട്ടാ.